നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി ലോകമാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഇടവച്ചിരുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികളായ ഫാർസ്, തസ്നീം എന്നീ പുറത്തുവിട്ട റിപ്പോർട്ടുകളൊക്കെയാണ് ഈ ഒരു അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നെതന്യാഹു പൊതുവേദികളിലോ അല്ലെങ്കിൽ പുതിയ വീഡിയോകളിലോ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടാത്തതാണ് ഈ സംശയങ്ങൾ വർദ്ധിപ്പിച്ചത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നെതന്യാഹുവിന്റെ ഓഫീസ് തകർക്കപ്പെട്ടുവെന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ഗുരുതരമായി പരുക്കേൽക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നുമാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നെതന്യാഹുവിനൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ ഇദോ നെതന്യാഹു, ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വീർ എന്നിവരും കൊല്ലപ്പെട്ടതായാണ് വാർത്തകൾ പ്രചരിച്ചത്. ഇസ്രായേൽ അധികൃതർ ഈ വിഷയത്തിൽ പിന്നീട് ഔദ്യോഗിക പ്രതികരണം നടത്താത്തതുമൊക്കെ അല്ലെങ്കിൽ നിശബ്ദത പാലിച്ചതുമൊക്കെ ഈ കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കുകയാണെന്നുള്ളൊരു സംശയം സോഷ്യൽ മീഡിയയിൽ ശക്തമാക്കുകയായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഈ വാർത്തയ്ക്ക് പക്ഷേ സ്ഥിരീകരണം ലഭിച്ചില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമാണെങ്കിലും ഇസ്രായേൽ ഈ വാർത്തകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇറാന്റെ IRGC അനുകൂല മാധ്യമമായ തസ്നീമാണ് നെതന്യാഹുവിന് പരിക്കേറ്റുവെന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടുവെന്നുമൊക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. മുൻ US ഇന്റലിജൻസ് ഓഫീസർ സ്കോട്ട് റിട്ടനെ ഉദ്ധരിച്ചാണ് പല മാധ്യമങ്ങളും ഈ വാർത്ത നൽകിയത്. ട്രംപിന്റെ മരുമകൻ കുഷ്നർ ഉൾപ്പെടെയുള്ളവരുടെ സന്ദർശനം റദ്ദാക്കിയതും നെതന്യാഹുവിന്റെ വസതിക്ക് ചുറ്റും സുരക്ഷ വർദ്ധിപ്പിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ മാധ്യമങ്ങൾ ഈ അഭ്യൂഹങ്ങൾക്ക് ബലം നൽകുവാൻ ശ്രമിച്ചത്. എന്നാൽ ഈ വാർത്തകൾ വെറും വിവരക്കേട് മാത്രമാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ വ്യക്തമാക്കിയത്. ഇതിന് തെളിവായി അവർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അഭ്യൂഹങ്ങൾക്കിടെ നെതന്യാഹു ബീർഷബയിലെ ആക്രമണം നടന്ന പ്രദേശം നേരിട്ട് സന്ദർശിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇറാൻ പ്രചാരണം ശക്തമാക്കുന്നതിനിടെ നെതന്യാഹു സൈനികർക്കൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ വാർത്തകൾ വ്യാജമാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഇറാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി ഇറാന്റെ ആണവ പദ്ധതികളുടെ നട്ടെല്ലൊടിക്കുന്ന ശക്തമായ നീക്കങ്ങൾ നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. ഇറാന്റെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായാണ് ഇസ്രായേലിന്റെ വെളിപ്പെടുത്തൽ. ഇതിനിടെ ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചതോടെ കാര്യങ്ങൾ കൈവിടുകയാണ്. അമേരിക്കൻ കമ്പനികൾക്ക് പങ്കാളിത്തമുള്ള പശ്ചിമേഷ്യയിലെ എല്ലാ എണ്ണ കേന്ദ്രങ്ങളും ആക്രമിക്കുവാനാണ് ഇറാന്റെ നീക്കം. ഇത് ഇന്ത്യയെ ഉൾപ്പെടെ ബാധിക്കും. കാരണം ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. മാത്രമല്ല, അമേരിക്ക ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന തുർക്കിയിലെ കേന്ദ്രവും ഇറാൻ ലക്ഷ്യമിടുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ 5 യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്തു. ഇറാഖിൽ ഒരു യുദ്ധവിമാനം തകർന്ന് 6 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സൗദിയിലെ ആക്രമണത്തിൽ 5 യുദ്ധവിമാനങ്ങൾ തകർന്നത്. എന്നാൽ ഇവ പൂർണ്ണമായും തകർന്നിട്ടില്ല എന്നും അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ട് എന്നും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ എണ്ണ മേഖലയാണ് ഖാർക്ക് ദ്വീപ്. ഇവിടെ നിന്നാണ് ഇറാൻ പ്രധാനമായും എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. ഇവിടെ അമേരിക്ക ആക്രമണം നടത്തിയതോടെ ഇറാൻ പുതിയ നീക്കത്തിന് ഒരുങ്ങുകയാണ്. അമേരിക്കൻ കമ്പനികൾക്ക് ബന്ധമുള്ള എല്ലാ എണ്ണ കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ മിക്ക എണ്ണ കേന്ദ്രങ്ങളും അമേരിക്കൻ കമ്പനികൾക്ക് പങ്കാളിത്തമുണ്ട്. അതിനിടെയാണ് അമേരിക്കയുടെ ആണവായുധങ്ങൾ സൂക്ഷിച്ച് തുർക്കിയിലെ സേനാതാവളം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയത്. ഈ മിസൈൽ നാറ്റോയുടെ പ്രതിരോധ കവചം തകർത്തു. ഇറാനും തുർക്കിയും വിഷയത്തിൽ ചർച്ച നടത്തി. തുർക്കി സൈന്യവും നാറ്റോ സൈന്യവും എന്തും നേരിടുവാനുള്ള തയ്യാറെടുപ്പിലാണ്. യുദ്ധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയാണ് ഉടലെടുക്കുന്നത്. തുർക്കിയിലെ ഇൻജർലിക് വ്യോമതാവളത്തിലേക്കാണ് മിസൈൽ വന്നത്. ഇവിടെ നിരവധി US ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അമേരിക്കയും തുർക്കിയും പല കാര്യങ്ങളും വിപരീത അഭിപ്രായമുള്ളവരാണ്. എന്നാൽ അമേരിക്കയുടെ ആണവായുധങ്ങളിൽ ചിലത് സൂക്ഷിച്ചിരിക്കുന്നത് തുർക്കിയിലാണ്. രാജ്യാന്തര രാഷ്ട്രീയത്തിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾ ഒന്നാണിത്. ഗാസ, ഇറാൻ, യമൻ, സിറിയ തുടങ്ങി അമേരിക്ക നടത്തുന്ന പല ഇടപെടലുകളിലും തുർക്കിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. അതേസമയം നാറ്റോ സൈനിക സഖ്യത്തിലെ ഏറ്റവും വലിയ സേനാവ്യൂഹം അമേരിക്കയുടേതാണ്. 2ാം സ്ഥാനത്ത് തുർക്കിയാണ്. സൈനികമായി പല കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട്. ആണവായുധം സൂക്ഷിച്ചത് അതിലൊന്നാണ്. ഇറാൻ തുർക്കിയിലെ ഈ കേന്ദ്രം ആക്രമിച്ചാൽ യുദ്ധത്തിന്റെ ചിത്രം മാറും. യൂറോപ്പും ഏഷ്യയും തകർന്നതിലേക്ക് കാര്യങ്ങളെത്തും. കാരണം ഒരു ആണവായുധമല്ല ഇവിടെയുള്ളത്. ഗൾഫ് രാജ്യങ്ങൾ, ഇറാഖ്, സിറിയ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. അസർബൈജാൻ, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്.